അത് തരണം മധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ലിങ്കിലൂടെ നമുക്ക് കാണാൻ കഴിയും. വിളിച്ചാൽ മതി, BLOമാരെ വിളിച്ചാൽ മതി. ജില്ല മാറിയവരും മണ്ഡലം മാറിയവരും താമസം മാറിയവരും 2002 വിവരങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ജില്ല മാറിപ്പോയി, താമസിച്ചു, എന്റെ ജില്ല വേറെയായി. ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിലാണ്, എറണാകുളത്താണ് താമസം. ഇപ്പൊ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവിടുത്തെ വിവരങ്ങൾ ഇപ്പൊ ചെയ്തു വരുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച് അവിടുത്തെ BLOയുടെ കയ്യിൽ നിന്നും നമുക്ക് വിളിച്ചാൽ അതിപ്പോ ഇച്ചിരി ചടങ്ങാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, നമ്മുടെ 2002 വിവരം കിടക്കുന്നത് അവിടെയാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ BLOയുടെ വിളിച്ച് ഒന്നെങ്കിൽ BLOയുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. അതല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറുക എന്നുള്ളതാണ് അതിന്റെ മാർഗം. അതാണ് സംഭവം. അപ്പൊ ജനനത്തീയതി എങ്ങനെ എഴുതണം? ആധാർ കാർഡിൽ എഴുതണോ, വോട്ടർ ID കാർഡിൽ എഴുതണോ? രണ്ട് ജനനത്തീയതി വന്നു പോയവരും എന്ത് ചെയ്യും? നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ്? ആധാറിൽ എഴുതണോ, വോട്ടർ ID കാർഡിൽ എഴുതണോ? ഇപ്പോഴുള്ള വോട്ടർ ID കാർഡിൽ എഴുതണോ? അങ്ങനെ വ്യത്യാസം ഒരു ആൾക്ക് വരാറില്ല. വരുന്നവരുണ്ടെങ്കിൽ ആധാർ കാർഡ് അല്ല വോട്ടർ ID കാർഡ് സ്വീകരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? ഇപ്പോൾ നിലവിൽ നമ്മൾ ആധാറിന്റെ തീയതിയാണ് സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംശയം. ഇപ്പൊ ഒരു സംശയം കൂടിയുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഇവരുടെ രണ്ടുപേരും ഇല്ലാത്ത ആളുകൾ, അച്ഛനോ അമ്മയോടെ ഒന്നും രേഖകളില്ല, 2002 രേഖകളിലില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അച്ഛന്റെയോ അമ്മയുടെ പേരില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സഹോദരങ്ങളുടെ പേര് കാണാം. സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുടെ എഴുതുക, എന്നിട്ട് അതിനകത്ത് ബന്ധം സൂചിപ്പിച്ചാൽ മതി. ഇപ്പം മൂത്ത ജ്യേഷ്ഠൻ, പക്ഷെ അപ്പോഴും ആ സഹോദരന്റെ അച്ഛൻ വേണമല്ലോ, അയാളുടെ അച്ഛന്റെയോ അമ്മയുടെയോ വേണം എന്നുള്ളത്. അങ്ങനെ വരുന്നവരാണ് സാധാരണ ഈ 2002 നിന്ന് ഇല്ലാത്തവരുടെ പേര് വിവരങ്ങൾ വരുന്നത്. പക്ഷെ അത് വളരെ കുറവായിരിക്കും സാധ്യതയുള്ളൂ. മിക്കവാറും ആളുകൾക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 2002 ഉള്ള അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത. മരിച്ചുപോയവരുടെ എന്യൂമറേഷൻ ഫോം എന്ത് ചെയ്യണം? അത് വാങ്ങി വീട്ടിൽ തന്നെ വെക്കണോ, അതോ തിരിച്ചു നൽകണോ? മരിച്ചവരുടെ എന്യൂമറേഷൻ ഫോം നമുക്ക് ഈ പറയുന്ന BLO ഇപ്പൊ ആദ്യഘട്ടത്തിൽ അത് നൽകിക്കൊള്ളാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായാലും പൂരിപ്പിക്കാനുള്ള ഒരു മാർഗമില്ല. അപ്പൊ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ഡെത്തായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. തിരിച്ചു തരണം, പൂരിപ്പിക്കേണ്ടതില്ല. നിലവിലെ വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫോമിൽ അതേപടി തന്നെ എഴുതണോ, അല്ലെങ്കിൽ തിരുത്തി എഴുതണോ? ഇപ്പൊ പേര് എഴുതുന്നതിനകത്ത് ദൃഷ്ടദ്യുമ്നൻ എന്നാണ് പേര്, അതിനകത്ത് D തെളിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു വോട്ടറുടെ പേര് എന്തായാലും നിലവിലെ പേര് വിവരങ്ങൾ മുകളിൽ തന്നെ പ്രിന്റ് ചെയ്ത് കാണും. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ തിരുത്താനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇല്ല. ഇപ്പൊ നിലവിൽ SIR നടപടി നടക്കുന്നതുകൊണ്ട് ആളുകളുടെ പേര് ചേർക്കലോ തിരുത്തലോ ഒന്നും ഇപ്പോൾ നടക്കില്ല. അത് പിന്നീട് SIR നടപടികൾ പൂർത്തിയായതിനു ശേഷം അതിനുള്ള അവസരം വരുന്നതായിരിക്കും. ഇനി പിതാവ് രക്ഷകർത്താവ് എന്ന് എഴുതുന്ന സ്ഥലത്ത് രക്ഷകർത്താവ് ആരാണെന്നാണ് സംശയം. അപ്പൊ അത് പിതാവിനെ തന്നെ എഴുതുക, പിതാവില്ലെങ്കിൽ മാതാവ്, അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഇതാണ് പിതാവ് രക്ഷിതാവിന്റെ പേര്, പിതാവ് ഓർ രക്ഷിതാവ്, ഇത് രണ്ടും എഴുതണോ എന്നായിരിക്കും ആൾക്കാർ. അല്ല, പിതാവിന്റെ പേര് എഴുതിയാൽ മതി. അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാവും കേട്ടോ. നമ്മുടെയൊക്കെ ചില വീടുകളിൽ പോകുമ്പോഴേ ഒരുപാട് സംശയങ്ങളായിരിക്കും. അപ്പം ഇനി അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ പിതാവും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്, ആരിൽ എഴുതണം എന്നുള്ളതാണ്. ഹസ്ബൻഡിന്റെ പേര് എഴുതാൻ അവിടെ സ്ഥലമുണ്ട്, ഹസ്ബൻഡിന്റെ പങ്കാളിയുടെ പേര്. ഇനിയിപ്പം ഈ ഹസ്ബൻഡ് തന്നെയാണ് അല്ലെങ്കിൽ ഭാര്യ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ അത് എഴുതിയാലും തെറ്റുണ്ട് അല്ലേ? ഇവിടെ പിതാവിന്റെ എഴുതാൻ പാടും. പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിതാവിന്റെ എഴുതാൻ പാടും. ഫസ്റ്റ് പ്രിഫറൻസ് പിതാവ് ഇല്ലെങ്കിൽ മാത്രം, എന്ന് വെച്ചാൽ ജീവനോടെ ഇല്ലെങ്കിൽ എന്നല്ല, പിതാവ് എന്ന കോളത്തിന് പകരം വേറെ ആരുടെയെങ്കിലും ഗാർഡിയന്റെ പേര് എഴുതിയിട്ടുള്ളവരുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അത് മാത്രമാണ്. അപ്പൊ ഇത് പങ്കാളിയല്ല, പിതാവാണ് കേട്ടോ. ഇനി ഫോം എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതില്ല. അത് ജസ്റ്റ് ഒരൊറ്റ വെട്ടിയിട്ട് അപ്പുറത്ത് മാറ്റി കൃത്യമായ വിവരങ്ങൾ വായിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത് തന്നെയാണ് മാർഗം. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഇതുവരെ BLO വീട്ടിൽ വരാത്ത വോട്ടർമാർ എന്ത് ചെയ്യണം? അപ്പൊ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് BLOമാരെ, സുൽഖാനെ പോലുള്ളവരെ. BLOമാരിന് ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 95% എന്തായാലും പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും പൂർത്തിയാക്കിയ ആളുകളുണ്ട്. ചില ആളുകൾ നമുക്ക് കണ്ടു കിട്ടാത്ത, പലതവണ പോയിട്ടും ഇപ്പൊ എന്റെ ഒരു ബൂത്തിൽ തന്നെയാണെങ്കിൽ ഒരാളുടെ ഒരു വിലാസം നമുക്ക് നാട്ടുകാരോട് ചോദിച്ചിട്ട് പോലും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അത്തരം ചുരുക്കം കാര്യങ്ങൾ വെച്ചാൽ BLOമാർ ഈ പറയുന്ന ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ പ്രേക്ഷകർക്ക് മിക്കവാറുമുള്ള സംശയങ്ങളിൽ പലതും നമ്മൾ ഇതുവഴി തീർത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ സുൽഖുമാറെ. ഇത് ശരിക്കും ഒരു 1.5 പണിയാണ് BLOമാർക്ക് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ. ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും അങ്ങനെയല്ല, ഇവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത്രയും പേര് 1600 പേരോളം
ചില ഇടങ്ങളിലുണ്ട്. അത്രയും ആളുകളുടെ സംശയം തീർക്കണം. പിന്നെ എത്ര പറഞ്ഞാലും സംശയം തീരാത്ത മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. തുടർച്ചയായിട്ട് ആളുകൾ വിളിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സംശയം തീർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് നമ്മളുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രേക്ഷകർക്ക് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു സുനിൽ. വളരെ കൃത്യമായിട്ട് സുനിൽ വിശദീകരിച്ചു. സുനിലിന്റെ ബൂത്തിലുള്ളവരൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. സുനിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. ബാക്കി കാര്യങ്ങൾ ഞാൻ സുനിലോട് ചോദിക്കുന്നില്ല. എനിക്കറിയാം സുനിലിന് ബുദ്ധിമുട്ടും ഒക്കെ സുനിലിനെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവും. സ്വാഭാവികമാണ്. പക്ഷേ